ഹായ് ഗൈസ്. സോ ലാസ്റ്റ് സെഷനിൽ നമുക്ക് ലോഗ് എൻട്രീസ് എന്നൊരു അറേ ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ആ അറേയിൽ കുറച്ച് ഒബ്ജക്ട്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരുന്നു. പുഷ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് അറേസ് നമുക്ക് കിട്ടുന്ന ഒബ്ജക്റ്റുകളെല്ലാം തന്നെ ഈ അറേയിലേക്ക് ആഡ് ചെയ്ത് വെച്ചിരുന്നു. ഓരോ കാൽക്കുലേഷൻ ഓപ്പറേഷനും ഡാറ്റ നീറ്റ്ലി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്തു അതോടൊപ്പം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമുക്ക് അതിൽ നിന്നും ചെറിയൊരു ഡാറ്റ പീസ് മാത്രം വേണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ഉണ്ട് നമ്മുടെ ലോഗ് എൻട്രിയിൽ. ഈ ഒബ്ജക്റ്റിൽ നിന്ന്, ഈ കംപ്ലീറ്റ് ഒബ്ജക്റ്റിൽ നിന്നും നമുക്ക് ഓപ്പറേഷൻ നെയിം മാത്രം വേണം. എനിക്ക് നെയിം മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. സോ അതെങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, ഇത് ചെയ്യാൻ ജാവാസ്ക്രിപ്റ്റിൽ ഒരു സിമ്പിൾ സിൻടാക്സ് ഉണ്ട്, അതാണ് ഡോട്ട് നൊട്ടേഷൻ. ഡോട്ട് നൊട്ടേഷൻ എന്നത് ബേസിക്കലി ഒബ്ജക്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ആക്സസ് ചെയ്യുക എന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് നെയിം എഴുതിയിട്ട് അതിന് ഡോട്ട് കൊടുത്ത് പിന്നെ കീ നെയിം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഞാനിവിടെ കൺസോൾ ഡോട്ട് ലോഗ് എൻട്രീസ് മാത്രം എടുക്കുന്നത്. എനിക്ക് അതിന് പകരം ഞാനിവിടെ അത് എഴുതാം. എനിക്ക് ഓപ്പറേഷൻ മാത്രം കിട്ടണം, എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം, ഓപ്പറേഷൻസ് മാത്രം ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ലോഗ് എൻട്രി ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കുക. ഫസ്റ്റ് ലോഗ് എൻട്രി, എന്നിട്ട് ഞാൻ പറഞ്ഞു ഡോട്ട് നൊട്ടേഷൻ യൂസ് ചെയ്യുന്നു. ഒബ്ജക്റ്റ് പേര് ഡോട്ട്, എന്നിട്ട് ഈ പ്രോപ്പർട്ടിയുടെ പേര് കൊടുക്കാം. ഓപ്പറേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇവിടെ ലോഗ് എൻട്രി എന്ന് ഞാൻ പറഞ്ഞു എന്താണ് ഒബ്ജക്റ്റ്. അതുകൊണ്ട് ലോഗ് എൻട്രി ഡോട്ട് ഓപ്പറേഷൻ എന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഓപ്പറേഷൻ്റെ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യും. ആക്ച്വലി ഈ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള ഓപ്പറേഷൻ പ്രോപ്പർട്ടി അത് ആക്സസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് തരും. ഓക്കെ, ഞാൻ സേവ് ചെയ്തിട്ട് നമുക്ക് പേജ് ഒന്ന് റീലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇൻസ്പെക്റ്റ് എടുക്കുക. നമുക്ക് ആഡ് കിട്ടുന്നുണ്ട് ഇപ്പോൾ. സോ പേജ് റീലോഡ് ആയിട്ട് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൺസോളിൽ ആഡ് ആയിട്ട് കാണുന്നുണ്ട്. സോ അതായത് ഒബ്ജക്റ്റിൽ നിന്നും ഒരു സിംഗിൾ ഡാറ്റാ പീസ് ഡോട്ട് നൊട്ടേഷൻ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു പ്രൂഫാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. നമ്മൾ എഴുതിയത് എക്സ്ട്രാക്ട് ചെയ്ത് കറക്റ്റ്ലി സക്സസ്ഫുള്ളി വർക്ക് ആവുന്നുള്ളത്. ഇപ്പോൾ കൺസെപ്റ്റ് കുറച്ചും കൂടി ക്ലിയർ ആക്കുന്നുണ്ട്. ഒബ്ജക്റ്റിനുള്ളിലുള്ള ഓരോ കീക്കും ജാവാസ്ക്രിപ്റ്റ് പ്രോപ്പർട്ടിയിൽ നിന്നാണ് വിളിക്കുക. സോ ഓപ്പറേഷൻ ഒരു പ്രോപ്പർട്ടിയാണ്, പ്രീവിയസ് റിസൾട്ട് പ്രോപ്പർട്ടിയാണ്, അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഓക്കെ, പിന്നെ നമ്പർ, റിസൾട്ട്, ഇതൊക്കെ ഓരോരോ പ്രോപ്പർട്ടിയാണ്. ഡോട്ട് നൊട്ടേഷൻ ഉപയോഗിച്ച് ഈ പ്രോപ്പർട്ടി നെയിം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ, കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് ലോഗ് എൻട്രി ഡോട്ട് ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ആഡ് നമുക്ക് കിട്ടി. അതേപോലെ ലോഗ് എൻട്രി ഡോട്ട് നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂസർ ഇൻപുട്ട് ചെയ്ത നമ്പർ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ കിട്ടും. ലോഗ് എൻട്രി ഡോട്ട് റിസൾട്ട് എന്ന് പറഞ്ഞ് നമുക്ക് എന്താ വെച്ചാൽ ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ മുമ്പ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആഡ് ബട്ടൺ ഡോട്ട് ആഡ് ഇവന്റ് ലിസ്റ്റനർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് സെയിം ലോജിക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആഡ് ബട്ടൺ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ആണ്. അതിൽ നിന്നും ആഡ് ഇവന്റ് ലിസ്റ്റനർ എന്ന ഫംഗ്ഷൻ പ്രോപ്പർട്ടി ആക്സസ് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊരു ഒബ്ജക്റ്റാണ്, ആഡ് ബട്ടൺ ഒരു ഒബ്ജക്റ്റാണ്, അതിൽ പ്രോപ്പർട്ടി ആഡ് ഇവന്റ് ലിസ്റ്റനർ ഉണ്ട്. സോ അതൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ആ ഫംഗ്ഷൻ വിളിക്കുന്നു ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഷോർട്ടായി പറഞ്ഞാൽ ഡോട്ട് നൊട്ടേഷനിൽ ഒബ്ജക്റ്റ് ഡോട്ട് പ്രോപ്പർട്ടി എന്ന് എഴുതുമ്പോൾ ഒബ്ജക്റ്റിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇത് ഡാറ്റ വായിക്കാനും മോഡിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ലേറ്റർ ഓൺ. ഒബ്ജക്റ്റ് ബേസിക്കലി കീ വാല്യൂ പെയറാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കീസിനെ പ്രോപ്പർട്ടീസ് എന്നും വാല്യൂസിനെ പ്രോപ്പർട്ടി വാല്യൂസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് സ്ട്രിങ്സ്, നമ്പേഴ്സ്, അറേ, വേറൊരു ഒബ്ജക്റ്റും ഇതെല്ലാം പ്രോപ്പർട്ടി വാല്യൂസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇന്നത് വേണമെന്നില്ല, നമുക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ, ആ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ വേണമെങ്കിൽ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നതായിരിക്കണം. ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ചെറിയ ടോപ്പിക്കാണെങ്കിലും പക്ഷേ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഈ ഒബ്ജക്ട്സ് വെച്ചിട്ട് കുറേ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും നമ്മുടെ പ്രോഗ്രാമിൽ. സോ ഇത് തറവാക്കുക. ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പുറത്ത് റിസോഴ്സസ് അവൈലബിൾ ആണ്, ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് അതിൻ്റെ. ഓക്കെ, സോ ആസ് യൂഷ്വൽ ഇന്നത്തെ വീഡിയോ ഞാൻ റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.